ആനിമൽ. രചന സൂര്യകാന്തി പെണ്ണ്. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ CM നൂഞ്ഞേരി. മോൾ അവനോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ജാനകിയമ്മ അവൾ നോക്കി വല്ലായ്മയോടെ പറഞ്ഞു. ആരും കേട്ടിരുന്നു രണ്ടാളും കൂടെയുള്ള വാക്ക് തർക്കം. പാരോരെയും തിരിഞ്ഞു നോക്കി. ഗുണ്ടാമണിക്ക് പോയിരുന്ന ഒരാളുമായിട്ട് പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ മോളുടെ നല്ലതിനെ കരുതി പറഞ്ഞായിരിക്കും അവൻ. ജാനകിയമ്മ നിരഞ്ജന്റെ ഭാഗം പറഞ്ഞു. പാറുവിന് ചെറുതല്ലാത്തൊരു അതിശയം തോന്നി. ഇന്നേവരെ നിരഞ്ജൻ അമ്മയോട് ഒരു നല്ല വാക്ക് പറയുന്നത് കേട്ടിട്ടില്ല. എന്തിന്? ശരിക്കും മുഖമുയർത്തിയൊന്നും നോക്കാറ് പോലുമില്ല. എന്നിട്ടും മകനൊരു പെണ്ണിന്റെ മുമ്പിൽ ചെറുതായി എന്ന് തോന്നിയപ്പോൾ ആ അമ്മ മകന്റെ ഭാഗം ചേരുന്നു. ആഹാ, അമ്മ ആളുകൊള്ളാലോ. മോനും അക്കാലത്തും കൊണ്ട് വന്നേക്കുവാണല്ലേ. എപ്പോഴും പോലീസ് മാത്രം ജയിച്ചാൽ മതിയോ? ഇടയ്ക്ക് നമ്മളൊന്ന് സ്കോർ ചെയ്തോട്ടെ എൻ്റെ അമ്മേ. ഇടുപ്പിൽ കൈകുത്തിയെന്ന് ചിരിയോടെ പാറു ചോദിച്ചു. മറുപടിയായി ജാനകിയമ്മ പതിയൊന്ന് ചിരിച്ചു. മോള് വിചാരിക്കുന്ന പോലെ അവനത്ര മോശമൊന്നുമല്ല. എന്നിട്ടാണോ അമ്മയോട് ഇങ്ങനെയെല്ലാം പെരുമാറുന്നേ? അവന് അവൻ്റെതായിട്ടുള്ള ഒരുപാട് ന്യായങ്ങളുണ്ട് മോളെ. അവൻ്റെ മനസ്സിൽ ഒരുപാട് ഉണങ്ങാത്ത മുറിവുകളുണ്ട്. അതിങ്ങനെ പുകഞ്ഞു നീറിയിരിക്കുന്നിടത്തോളം കാലം അവൻ ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കും. കടങ്കഥ പോലെ അത്രയും പറഞ്ഞുകൊണ്ട് ജാനകിയമ്മ പോയി. അമ്മ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം ചെയ്യാൻ അന്നേരം അവൾക്കും നേരമില്ലായിരുന്നു. നിരഞ്ജനാണെങ്കിൽ അന്ന് മുഴുവൻ മുള്ളിൽ നിൽക്കുന്ന പോലെയായിരുന്നു. ഒരു പീറ പെണ്ണ് വന്ന് എന്നെ വെല്ലുവിളിച്ചു പോയിരിക്കുന്നു. അവൾക്ക് അറിയില്ല എന്നെ. എൻ്റെ ഒരു വിരലില്ല അവൾ. തീർത്തു കൊടുക്കുന്നുണ്ട് അവളുടെ അഹങ്കാരം. നിരഞ്ജൻ ഉള്ളാലം ഉരണ്ടുകൊണ്ടിരുന്നു. എവിടെയായിരുന്നു കുറച്ചു ദിവസം? ഈ വഴിയൊന്നും കാണാൻ കിട്ടിയിരുന്നില്ലല്ലോ. പാറു ദിനേശനെ ഒന്ന് അടിമുടി നോക്കി. അത് പിന്നെ ദിനേശന് എന്തു പറയണമെന്ന് അറിയാവുന്ന വിക്കി. കുടിച്ച് ബോധം കേട്ട് കണ്ട പറമ്പിലും കിടത്തണയിലൊക്കെ ഇടയ്ക്കായിരുന്നു അങ്ങ് പറഞ്ഞേക്കാർന്നവരെ. കാർത്തു ദിനേശനെ നോക്കി ഒരു പൂച്ചച്ചിരി പാസ്സാക്കി. ദിനേശൻ ഒന്നും മിണ്ടാതെ കാത്തുവിന് നോക്കി ചുണ്ടൊന്ന് കൂട്ടി. അതൊക്കെ പോട്ടെ, വിശക്കുന്നില്ലേ? വല്ലതും കഴിച്ചായിരുന്നോ? പാറു എടുത്ത് ചോദിച്ചു. ഏയ് ഇല്ല, ഒന്നും കഴിച്ചില്ല. ദിനേശൻ വയറൊഴിഞ്ഞു. എങ്കിലും കൈ കഴുകിയിരിക്കും, ഞാൻ പോയി എടുത്തിട്ട് വരാം. പാറു അകത്തേക്ക് കയറി. എങ്ങനെ പോകുന്നു? ചീട്ടുകളിയും കള്ളൂടിയല്ല. ഉള്ളിലുള്ള ലിവർ തന്തയ്ക്ക് വിളിച്ചു തുടങ്ങിയോ? കാർത്തു ദിനേശിനെ പിന്നാലാണെന്ന് ചൊറിയുകയാണ്. ദിനേശൻ ഒന്നും മിണ്ടാ കൈ കഴുകി ആ ബെഞ്ചിൽ വന്നിരുന്നു. ഈ ചേച്ചി കുറച്ച് കൂടുതൽ ചോറ് വിളമ്പിക്കാം. കാർന്നവർക്ക് ചീത്ത വിളിക്കാൻ പോലും നാവ് പൊങ്ങുന്നില്ല. കാർത്തു അടുക്കളയിൽ നിൽക്കുന്ന പാറുവിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പാറു അപ്പോഴെങ്കിലും ചോറും കറികളും എടുത്തു വെച്ചിരുന്നു. കറികൾ മുഴുവൻ വിളമ്പുമ്പോഴും ദിനേശൻ ആ ചൂട് ചോറ് ആർത്തിയോടെ കഴിച്ചു തുടങ്ങി. വെള്ളം കൂടെ കുടിക്ക് കാരണവരെ. ഇരുന്നിരിപ്പിൽ തൊണ്ടയിൽ ചോറുടിങ്ങി സമാധിയാവണ്ട. കാർത്തു വെള്ളം നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. നീ പോടി വിത്തക്കാടി. ദിനേശൻ വെള്ളം കുടിക്കുന്നില്ല അവളെ നോക്കി മുരണ്ടു. യോ, ആ നാവാകത്തുണ്ടായിരുന്നോ? ഞാനത് ഇറങ്ങിപ്പോയി എന്ന് വിചാരിച്ച് പേടിച്ചു പോയി. അങ്ങനെ പെട്ടെന്നൊന്ന് ഇറങ്ങിപ്പോയി തലടി എൻ്റെ നാവ്. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. കാരണം ഒരു ആരുവാ? ദിവസേന വന്ന് ഓരോരുത്തർ കാരണവരുടെ കയ്യിലിരിപ്പ് വർണ്ണിച്ചു പോകും. ദിനേശൻ മാ ഗുണ്ടയാണെന്നാ ഇപ്പൊ നാട്ടിലെ സംസാരം. എന്നെ ചൊറിയാൻ വന്നവരെ മാത്രമേ ഞാൻ മാന്തിയിട്ടുള്ളൂ. ആദ്യം ചൊറിയുന്നവരോട് നിർത്താൻ പറ, അപ്പൊ ഞാൻ മാന്തുന്ന് നിർത്തും. ദിനേശൻ മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. നാട്ടുകാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ, അതിന് നിങ്ങളെന്തിനാ ദിനേശേട്ടാ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലാൻ പോകുന്നത്? പാറു ദിനേശന്റെ അരികിൽ വന്നിരുന്നോട് ചോദിച്ചു. ഐഷ്, ആരാപ്പി ഉപദേശിക്കുന്നേ? കാരണവരൊന്നുമില്ല, ഈ നാട്ടുകാരുടെ വെക്കിട്ട് മാത്രമേ കയറി നോക്കാം. ഇവിടെ ഒരാൾ പോലീസായിട്ട് നെഞ്ചത്തോടെ കയറുന്നേ. കാർത്തു പാറുവിനെ ചൊഴിഞ്ഞെന്ന് നോക്കി. പോലീസോ? നീ ഇതെന്തൊക്കെ ഈ പറയുന്നേ? ദിനേശൻ കാർത്തുവിനെ നെറ്റി വിളിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആന്നേ സത്യം. 2 ദിവസം മുന്നേ ആ കാട്ടുമുരിക്കുന്ന സ്വഭാവമുള്ള SIയോട് വായി തോന്നിയെല്ലാം വിളിച്ചു പറഞ്ഞ ഈ ചേച്ചി. അതിനുശേഷം എവിടെ വെച്ച് കണ്ടാലും അങ്ങേക്ക് ഒരു ഭ്രാന്തി പിടിച്ച നോട്ടവും പെരുമാറ്റമില്ല. നീ എന്തിനാ SIയോട് വഴക്കുണ്ടാക്കി പാറു? ദിനേശന്റെ മുഖത്ത് അതിശയം. അത് നേരത്തെ പറഞ്ഞ പോലെ അങ്ങേരനെ ഒന്ന് ചൊറിഞ്ഞ ഞാൻ അപ്പം ചെറുതായിട്ട് മാന്തി വിട്ടു. പാറു കൂസില്ലാതെ പറഞ്ഞു. ഒരവസരം കിട്ടിയാൽ 2 ഇരട്ടിയായിട്ട് പകരം വീട്ടി ചേച്ചി. നോയിക്കോ. ഒരുതരം വൈരാഗ്യ ബുദ്ധിയാ അയാളുടെ കണ്ണുകളിൽ. ഓ പിന്നെ അയാൾക്ക് വരട്ടെ പകരം വീട്ടാൻ. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് പകരം വീട്ടാൻ ഞാനങ്ങ് നിന്നോടിക്കല്ലേ? പാറു കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് പറഞ്ഞു. ബെസ്റ്റ്. നിങ്ങൾ രണ്ടാളും കൂടെ എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. എന്ത്? നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. കാർത്തുവിന്റെ മുഖഭാവം പറച്ചിലെല്ലാം കേട്ടപ്പോൾ ഇരുവർക്കും ചിരി വന്നുപോയി. പാറു അടുക്കളയിൽ നിന്ന് കുക്കർ വിസിലടിച്ചപ്പോൾ അങ്ങ് എഴുന്നേറ്റ് പോയ ഗ്യാപ്പിൽ കാർത്തു ദിനേശിന്റെ അരികിലേക്ക് വന്നിരുന്നു. ഉള്ള കറികളെല്ലാം കൂട്ടിക്കുഴച്ച് വലിയ വലിയ ഉരുളകളാക്കിയിട്ടാണ് ദിനേശൻ ഭക്ഷണം കഴിക്കാറ്. ചോറുണ്ണതിനിടെ മുഖമുയർത്തി ദിനേശൻ കാർത്തുവിനെ നോക്കി. എനിക്കും. കാർത്തു പാത്രത്തിലേക്ക് വിരൽ ചൂണ്ടി. പോയി അടുക്കളയിൽ നിന്ന് എടുത്തു കഴിക്കുക. ദിനേശൻ മുഖം കൊടുക്കാതെ പറഞ്ഞു. ഇതിന്ന് മതി, ഇതിന് സ്വാദ് കൂടുതലാണ്. കാർത്തുമെല്ലാം പറഞ്ഞു. ഉപ്പേരിയും പൊരിച്ച മീനും കറിയെല്ലാം കൂട്ടിക്കുഴച്ച് ദിനേശന് അവൾക്കൊരു ഉരുള വായിൽ വെച്ച് കൊടുത്തു. കാർത്തു ആ വലിയൊരുള്ള വായിൽ വെച്ച് അവക്കുന്നിടെ ദിനേശനെ നോക്കിയും ചിരിച്ചു.
ആ നോട്ടത്തിൽ അയാളുടെ ചങ്ക് കത്തിപ്പോയി. ദിനേശിന് ആത്മമിത്രത്തെ ഓർമ്മ വന്നു. ഇടക്കൊക്കെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പക്രുവിനെയും കാർത്തുവിനെയും ഇരുവശങ്ങളിലും ഇരുത്തി അവരുടെ അച്ഛൻ അവരെ ഊട്ടിയിരുന്ന ഓർമ്മ വന്നു. എന്തിനാണ് ദ്രോഹി സ്നേഹിക്കപ്പെട്ട് കൊതിയില്ലാത്ത ഈ മക്കളെ കിട്ടെറിഞ്ഞ് നീ കെട്ടിയോളെയും കൊണ്ട് പോയത്? എന്നിട്ട് നിനക്കിപ്പോ അവിടെ സമാധാനം ഉണ്ടടാ നാറി. ദിനേശിനുള്ളിൽ അയാളുടെ ഉറ്റ കൂട്ടുകാരനോട് കലഹിച്ചു. ജീവനറ്റ അച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയങ്ങൾ കെട്ടിപ്പിടിച്ച് കരയുന്ന കാർത്തുവിനെയും പക്രുവിനെയും ഓർമ്മ വരവേ ദിനേശിന്റെ തൊണ്ടക്കുഴിയിലൊരു വേദന വന്ന് നിറഞ്ഞു. അയാളുടെ വിശപ്പ് ഞൊടിയിടൽ കെട്ടുപോയി. മതി. ആ പാത്രത്തിലേക്ക് തന്നെ കൈ കുടഞ്ഞു ദിനേശൻ പാത്രം നിരക്കി നീക്കി വെച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുമ്പോൾ അയാളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. മീണ്ടാതെ തലയും താഴ്ത്തിയിരുന്ന ആ ഉരുള ചവച്ചിറക്കുമ്പോൾ കാർത്തുവിന്റെ കണ്ണിൽ നിന്ന് ഉപ്പുകടൽ പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു. ജിതിനിരുണ്ട ആകാശത്തിലേക്ക് അങ്ങനെ നോക്കി കിടന്നു. തൊട്ടരികിൽ വലിച്ചു തീർത്ത സിഗരറ്റ് കുറ്റികളും കുടിച്ചു തീർത്ത മദ്യത്തിന്റെ ഒഴിഞ്ഞ കുപ്പികളും നിരന്ന് കിടപ്പുണ്ട്. എന്നിട്ടും ജിതിന്റെ ശരീരത്തിലേക്കോ മനസ്സിലേക്കോ ആ ലഹരി വ്യാപിച്ചിട്ടില്ല. അവന്റെ ഉള്ളിൽ ഇപ്പോഴും അണയാത്തൊരു ലഹരിയുണ്ട്. ഉപയോഗിച്ച് കൊതിതീരും മുന്നേ കയ്യിൽ നിന്ന് വഴുതിപ്പോയ ലഹരി. പാർവണ, നീ എവിടെയാടി പോയി ഒളിച്ചിരിക്കുന്നേ? നിന്റെ ജിത്തേട്ടൻ ഇവിടെ തനിച്ചായി പോയില്ലേ? ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ജിത്തേട്ടന്റെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ പോലും നിനക്ക് പൊറുക്കാൻ സാധിച്ചില്ലേ മോളെ? നിനക്കറിയുന്നല്ലേ മോളെ, ജിത്തേട്ടന് ദേഷ്യം വന്നാ പിടിച്ചു നിർത്താൻ അറിയില്ല എന്ന്. എന്നാലും ജിത്തേട്ടന് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ? നിന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെയും ജിത്തേട്ടനെ ചിന്തിച്ചു നോക്കാൻ പോലും ആവില്ലെന്ന് എനിക്കറിയില്ലേ? ഞാൻ കണ്ടെത്തും നിന്നെ. നീ ഇല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല മോള്. നമുക്ക് ഒരുമിച്ച് പഴയ പോലെ ജീവിക്കണ്ടേ? ആർക്കും വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ. ജിത്തേട്ടന് വേണം നിന്നെ. എൻ്റെ മരണം വരെ സ്നേഹം തന്ന് വീർപ്പ് മുട്ടിക്കണം എനിക്ക് നിന്നെ. ജിതിൻ ഉറക്കത്തിലേക്ക് മയങ്ങി വീഴുമ്പോഴും പുലമ്പിക്കൊണ്ടിരുന്നു. പാറു അന്നേരം തിരക്കിട്ട ജോലികളായിരുന്നു. ഒപ്പം സംസാരിക്കാൻ കൂട്ടായി ജാനകിയമ്മയെ ഇരിപ്പുണ്ട്. ഒമ്പലത്തെ ബെല്ലടിക്കുന്ന സ്വരം കേൾക്കെ പാറു സംശയത്തോടെ ജാനകിയമ്മയെ നോക്കി. അവൻ കുളിക്കാൻ മോളെ, നീ ഒന്ന് പോയി തുറന്നു നോക്കുവോ? ജാനകിയമ്മ പാറുവിനെ നോക്കി ചോദിച്ചു. നനഞ്ഞ കൈ ദാവണിയിൽ ഒപ്പിക്കൊണ്ട് പാറു വേഗത്തിൽ ഉമ്മറത്തേക്ക് പോയി. ഹാളിലിരിക്കുന്ന ക്ലോക്കിലേക്ക് ഒരു നിമിഷം പാറുവിന്റെ കണ്ണെന്ന് ഉടക്കി. 7 മണി കഴിഞ്ഞേ ഉള്ളൂ. ഇത്രയും നേരത്തെ ആരാണാവോ എന്ന് മനസ്സിൽ വിചാരിക്കുകയൂടെ ചെയ്തു പാറു. വാതിൽ തുറന്നപ്പോൾ ഒരു സ്ത്രീയാണ്. കണ്ടാൽ ഒരു 25 വയസ്സൊക്കെ തോന്നിക്കും. പാറുവിനെ കാണെ അവരുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. കുട്ടിയേതാ? സൗമ്യതയോടെയാണ് അവരുടെ ചോദ്യം. ഞാനിവിടെ ജോലിക്ക് വരുന്ന പാറുവിടെ നേരത്തെ ചിരിയോടെ പറഞ്ഞു. ആണോ? ഞാനിവിടുത്തെ ഇളയ മോളാ, ധന്യ. അവർ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ പാറുവിന് നെറ്റി ഒളിഞ്ഞു. ഇതുവരെ ജാനകിയമ്മ ഇങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല. ജാനകിയമ്മയുടെ മോളോ? പാറു എടുത്തു ചോദിച്ചു. അതെ, അമ്മ അകത്തില്ലേ? അവർ അകത്തേക്ക് കടന്നുകൊണ്ട് ചോദിച്ചു. ഉവ്, അടുക്കളയിലുണ്ട്, പാറു സൗമ്യമായി പറഞ്ഞു. നിനക്കെന്താ ഇവിടെ കാര്യം? ഇടിമുഴക്കം പോലെയുള്ള ആ ശബ്ദം കേൾക്കെ പാറുവും തന്നെ ഒരുപോലെ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ചോദിച്ചു കേട്ടില്ലേ? നിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേന്ന്? അത് ഞാൻ അമ്മയെ കാണാൻ. ധന്യ വല്ലായ്മയോടെ പാറുവിനെ എന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, എനിക്കറിയാം കുട്ടി, ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച സ്വഭാവം എന്നൊരു മട്ടിൽ പാറുവിനൊരു മൂലയിലേക്ക് മാറിയുന്നു. എന്നാൽ അവൾക്ക് ധന്യയുടെ പേടിച്ചിരുന്ന നിൽപ്പും പാവെല്ലാം കണ്ടപ്പോൾ പാവം തോന്നിപ്പോയി. തോന്നുമ്പോ കയറി വരാൻ ഇത് സത്രമൊന്നല്ല. ഇനി അമ്മയെ കണ്ടേ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ തള്ളയും കൊണ്ട് പോയിക്കോ നീ. ഞാൻ ആരെയും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല. നിരഞ്ജൻ മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ധന്യ മറുപടിയില്ലാതെ നിസ്സായെ പോലെ മുഖം താഴ്ത്തി നിന്നു. അപ്പോഴേക്കും ജാനകിയമ്മ അങ്ങോട്ട് വന്നിരുന്നു. ധന്യയുടെ മുഖത്ത് കണ്ണുകളോടൊക്കവേ ധന്യയുടെയും ജാനകിയമ്മയുടെയും കണ്ണുകൾ ഒരുപോലെ ഈറനണിഞ്ഞു. നിങ്ങളെ മോള് കാണാൻ വന്നിരിക്കുന്നു. നിങ്ങളെ കാണാതെ അവൾക്ക് ഉറക്കില്ലെന്ന് പോലും. ഒരു കാര്യം ചെയ്യും, പെട്ടിയും കിടക്കെല്ലാം എടുത്ത് ഇവിടെ കൂടെ ചെന്നോ. നിരഞ്ജൻ പരിഹാസത്തോടെ പറഞ്ഞു. ജാനകിയമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണിനീര് പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു. പാറുവിന് വല്ലായ്മ തോന്നി. ഈ പാപമെല്ലാം നിരഞ്ജൻ എവിടെ കൊണ്ടുപോയി ഒഴുക്കുമെന്ന് പോലും അവൾ സംശയിച്ചു. ജാനകിയമ്മ ഒരക്ഷരം മിണ്ടാതെ മനസ്സ് കല്ലാക്കി ഏന്തി വലിഞ്ഞ് ആ മുറിയിലേക്ക് കടന്നു. തൊട്ടടുത്ത നിമിഷം ആ മുറിയുടെ വാതിലും അടഞ്ഞു. ധന്യ കാഴ്ചയിൽ മുഖത്തടിയിട്ടിയ പോലെ വിളറി വെളുത്ത് നിന്നുപോയി. കണ്ടല്ലോ, അവർക്ക് നിന്റെ കൂടെ വരാൻ താല്പര്യമില്ലെന്ന്. നിരഞ്ജന്റെ മുഖത്ത് പരിഹാസഭാവം നിറഞ്ഞു. ഞാൻ പോയേക്കുവാ. ധന്യ തിരിഞ്ഞടക്കാൻ ഒരുങ്ങി. അല്ല, വരവിന്റെ ഉദ്ദേശം എന്തായിരുന്നു കൂടെ പറഞ്ഞിട്ട് പോയാൽ നന്നായിരുന്നു. നിരഞ്ജൻ അവളെ ചുഴിഞ്ഞോ നോക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മയൊന്ന് കാണാൻ വേണ്ടി മാത്രം, ധന്യ പതിയെ പറഞ്ഞു. ഇനി അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തോന്നി നിരഞ്ജന്. ജേട്ടൻ വലിയ ഉപദ്രവ, സഹിക്കാൻ പറ്റാതായി തുടങ്ങി. സ്വയം അങ്ങ് ചെയ്തു കൊടുക്കാനോന്ന് വിചാരിക്കും ഇടക്ക്. അന്നേരം എല്ലാം തോന്നുന്നു അമ്മയൊന്നത് കാണണമെന്ന്. മരിക്കുന്നതിന് മുന്നൊരു നോക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ.
ധന്യ സാരിയുടെ തലപ്പിൽ കണ്ണുനീർ തുടച്ചു. ഇത്രയൊക്കെ ഒരു പെണ്ണ് വന്ന് പറഞ്ഞിട്ടും അവിടെ ഒരാൾ പാറ പോലെ നിൽക്കുകയാണ്. ഒരനക്കവുമില്ല. പാറുവിന് അതിശയം തോന്നി. നിനക്ക് വലിയ കാര്യമായിരുന്നല്ലോ നിന്റെ ജയേട്ടനെ. ഇപ്പൊ ആ സ്നേഹം ഒലിച്ചു പോയോ? നിരഞ്ജൻ കുത്തി നോക്കിയാണ് ആ സ്ത്രീയെ. അയാൾ കാണിക്കുന്നെല്ലാം സ്നേഹമാണെന്ന് വിചാരിച്ചിരുന്നൊരു വിഡ്ഢിയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം എനിക്കറിയാം അയാൾക്ക് ഈ ലോകത്ത് അയാൾ മാത്രമേ സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്ന്. ധന്യ അത്രയും പറഞ്ഞ് ആ പടിയിറങ്ങുമ്പോൾ പാറുണയുടെ ഉള്ളിലേക്ക് മറ്റൊരു മുഖം ഓടിപ്പിടഞ്ഞു വന്നു. ജിതിൻ, പാറുണയുടെ ജിത്തേട്ടൻ. അയാളും ഇങ്ങനെയായിരുന്നു. ചെയ്യുന്ന ദുഷ്ടതകളെല്ലാം അയാൾ സ്നേഹമെന്ന വർണ്ണക്കടലാസിൽ പൊതിയുമായിരുന്നു. വിവാഹം കഴിഞ്ഞ 4-ാം നാൾ നിസ്സാര കാര്യത്തിന് ജിതിൻ തന്നെ മുഖത്തടിച്ചപ്പോൾ പാറുണ പകച്ചുപോയി. അന്ന് രാത്രി തന്നെ ജിതിൻ സ്നേഹത്തിൽ പൊഞ്ഞു നൽകിയ ഒരു ഉമ്മ തന്ന് തന്നോട് മാപ്പ് പറഞ്ഞപ്പോൾ പാറുവണ അതിൽ വീണുപോയി. പിന്നീട് ആ മാപ്പ് പറച്ചിലും നെറുകിൽ തരുന്ന ആ മുത്തവും സ്ഥിരമായി മാറി. തേപ്പ് വെട്ടിവെച്ച് പൊള്ളിച്ചപ്പോഴും മുടിക്ക് കുത്തിപ്പിടിച്ച് അടിവരനെ തൊഴിച്ചപ്പോഴും പട്ടിണി കിട്ടപ്പോഴും എല്ലാം പാറുവിന് സ്നേഹത്തിൽ പൊതിഞ്ഞ ആ മുത്തം കിട്ടിക്കൊണ്ടിരുന്നു. നീ മുന്നിൽ നിന്ന് നിരഞ്ജൻ അലറവേ പാറു ഒരു ഗോക്കുള്ളിൽ എന്ന പോലെ വിളികേട്ടു. എന്താ? നീ എന്താണ് നിന്ന് ഉറങ്ങിയാണോ? നിരഞ്ജൻ അവളെ കണ്ണൂർപ്പിച്ചോണ്ട് നോക്കി. നിന്റെ ചെവി അടിച്ചു പോയോ? ആ വന്നവൾക്ക് വാതിൽ തുറന്നു കൊടുത്ത് നീയാണോന്ന്? ഒരു നിമിഷം പാറു സ്വഭാവത്തിലേക്ക് വന്നു. അതെ. എന്തിന്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വീട്ടു ജോലിക്കാരി ആ പണി എടുത്താൽ മതി. അത്രേ എടുത്തുള്ളൂ. എന്നിട്ടാണോ നീ ആ പോയവൾക്ക് വാതിൽ തുറന്നു കൊടുത്തേ? എന്നാൽ സാർ ഒരു കാര്യം ചെയ്യും. ഇവിടെ കയറ്റാൻ പാടുള്ളവരെയും പാടില്ലാത്തവരെയും ഒരു ഫോട്ടോ വെച്ച് എനിക്കതാ. ഞാനത് നോക്കിയിട്ട് തരംതിരിച്ച് വാതിൽ തുറന്നു കൊടുക്കാം. നിന്റെ നാവിന് അത്ര മുഴ നീളുണ്ടോടി? നിരഞ്ജൻ അവൾ അടിമുടി നോക്കി ചോദിച്ചു. ആവശ്യത്തിലേറെയുണ്ട്. ഇടയ്ക്ക് നീളം കൂടുമ്പോൾ ഞാൻ കഴുത്തിൽ ചുറ്റിയാ നടക്കാറ്. പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ നിരഞ്ജൻ അവളെ കവിളിൽ ബലമായി കുത്തിപ്പിടിച്ചുകൊണ്ട് ആ ചുമരിനോട് ചേർത്തിരുന്നു. പാറു എപ്രാളത്തോടൊന്ന് കുതിരി നോക്കിയെങ്കിലും അത്രയ്ക്ക് മുറുക്കമുണ്ടായിരുന്നു അവന്റെ കൈകൾക്ക്. പൊന്നാര മോളെ, നോക്കിയും കണ്ട് സംസാരിച്ചില്ലെങ്കിൽ ആ നീളം കൂടിയ നാവ് ഞാനിങ്ങ് പറിച്ചെറിയും. നിരഞ്ജനൊരു മൃഗത്തെ പോലെ മുരണ്ടു. പാറുവിനെ ദൃഢമായ കയ്യിൽ അടിച്ചുകൊണ്ടിരുന്നു. നിരഞ്ജൻ കയ്യയച്ചു. പാറു തന്നെ കവളിൽ കൈവച്ച് രൂക്ഷമായി അവനെ നോക്കി. അവളെ കേട്ടറക്കുന്ന എന്തോ ഒരു തെറിയും വിളിച്ചുകൊണ്ട് നിരഞ്ജൻ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ദേഷ്യമെല്ലാം ഒന്ന് ആറി തണുത്തപ്പോഴാണ് നിരഞ്ജന് താൻ പാറുവിനയോട് ചെയ്തൊരിത്തിരി കൂടിപ്പോയെന്ന് തോന്നിയത്. പാറുവിന്റെ സ്വഭാവവും പെരുമാറ്റമൊന്നും ഇഷ്ടമില്ലെന്നുണ്ടെങ്കിലും താൻ അവളോട് അത്രയും മോശമായി ഇടപഴകേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി നിരഞ്ജന്. ഒന്നില്ലെങ്കിലും തന്നെ വിശ്വസിച്ച് വീട്ടിൽ പണിക്ക് വരുന്നതല്ലേ. ഓർക്കും തോറും നിരഞ്ജന് അസ്വസ്ഥത തോന്നി. ആ അസ്വസ്ഥതയോടെ തന്നെയാണ് നിരഞ്ജൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഹാളിലേക്ക് വന്നത്. നിരഞ്ജൻ കൈ കഴുകി ഒരു ചെയർ വലിച്ചിട്ട് മേശക്കരിയിലേക്ക് ഇരുന്നു. താനിവിടെ ഇരിക്കുന്നുണ്ടെന്ന് അടുക്കളയിലുള്ളവർ അറിയിക്കാനൊന്ന് ഉറക്കെ ചുമച്ചു. അത് സ്ഥിരം അങ്ങനെ തന്നെയാണ് അവൻ ചെയ്യാറ്. തൊട്ടടുത്ത നിമിഷം ഉള്ളിൽ നിന്ന് പാറു ഭക്ഷണവുമായി വന്നു. ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒപ്പം സാമ്പാറും. ചൂട് ഇഡ്ഡലി 4 അവൾ നിരഞ്ജന്റെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്തു. മുന്നേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലില്ലെന്നപ്പോൾ അവളുടെ പെരുമാറ്റം നിരഞ്ജനിൽ ചെറിയൊരു അതിശയം തീർത്തു. അവനിടം കണ്ടിട്ട് പാറുവിനെ നോക്കി. അവളുടെ കവിളിൽ രണ്ടും വല്ലാതെ ചുവന്നിരിക്കുന്നു. നേരത്തെ കവിളിൽ കുത്തിപ്പിടിച്ചപ്പോൾ സംഭവിച്ചതാവാം നിരഞ്ജൻ ഓർത്തു. താൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു പരിഭവമില്ലാതെ അവളിവിടെ തുടരുന്നുണ്ടെങ്കിൽ അത് അവളുടെ നിവൃത്തികേട് കൊണ്ടാവുമെന്ന് നിരഞ്ജന് തോന്നി. പറഞ്ഞു ശീലമില്ലാത്താണ്. എന്നാലും പാറുവിനോട് ഒരു ചെറിയ സോറിയെങ്കിലും പറയണം തോന്നി അവന്. തിരികെ പാറു വരുമ്പോൾ കയ്യിൽ ചായയുമുണ്ട്. നിരഞ്ജൻ കഴിക്കു നിർത്തിയവളെ നോക്കി. അന്നേരം പാറു കപ്പിലിരുന്ന ചായ ഗ്ലാസ്സിലേക്ക് പകർത്തുകയായിരുന്നു. നിരഞ്ജൻ പറഞ്ഞു പൂർത്തീകരിക്കും മുന്നേ പാറുകളുടെ കൈയുള്ള ഗ്ലാസ്സിലെ ചൂടുള്ള ചായ മനഃപൂർവ്വം ചിരിച്ചു കളഞ്ഞിരുന്നു. അത് കൃത്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിപ്പോവാതെ നിരഞ്ജന് ദേഹത്തേക്ക് വീഴുകയും ചെയ്തു. നിരഞ്ജൻ പൊള്ളിയ കൈ മുറുകെ പിടിച്ചുകൊണ്ട് അവളെ നോക്കി. അവളത് മനഃപൂർവ്വം ചെയ്താണെന്ന് ആ മുഖഭാവത്തിൽ തന്നെയുണ്ട്. നിരഞ്ജൻ ഉറക്കലറിക്കൊണ്ടിരുന്നിരുന്ന ചെയർ കാറുകൊണ്ട് പുറകിലേക്ക് തട്ടിത്തെറിപ്പിച്ചു. തൊട്ടടുത്ത നിമിഷം അവൾ കയ്യിരുന്ന ഗ്ലാസ്സിലെ ബാക്കി ചായ അവന്റെ ദേഹത്തേക്ക് വീശി ഒഴിച്ചിരുന്നു. തൊട്ടുപോലെ തന്നെ തൊടാനാണ് ഭാവെങ്കിൽ ആ ഇട്ടിരിക്കുന്ന യൂണിഫോം സാറങ്ങ് മറന്നേക്ക്. വിരൽ ചൂണ്ടി ഉഗ്രകോപത്തോടെ പറയുന്നവളെ കാണെ നിരഞ്ജന നിമിഷം തറഞ്ഞെന്ന് പോയി. ഇത് സാറ് നേരത്തെ എന്നോട് ചെയ്തതിന് പകരമാണെന്ന് കണക്കൂട്ടിയാൽ മതി. ഇനി ഇതിന് പ്രതികാരം ചെയ്യണം തോന്നിയൊന്ന് ഓർത്തോ. ഒരു പെണ്ണ് പറയുന്നതിനടുത്ത നിയമം പെണ്ണിനായിരിക്കും മുൻഗണന. അത് ഞാൻ സാറിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. മര്യാദക്കാണെങ്കിൽ മര്യാദ, ഇല്ലെങ്കിൽ പകുതി നിർത്തി ചീറ്റപ്പുലിയെ പോലെ അവൾ നിരഞ്ജന ഒരു നോട്ടം നോക്കി. നിരഞ്ജന അവളിൽ നിന്ന് കണ്ണെടുക്കാതെ ഒരു നിമിഷം അങ്ങനെ നിന്നുപോയി. അവൻ അങ്ങനെ ഒരു പെണ്ണിനെ മുന്നേ കണ്ടിട്ടില്ല. മുമ്പ് കണ്ട ഒരു പെണ്ണിന്റെ കണ്ണിലും പാറുവിന്റെ കണ്ണിൽ കാണുന്ന പോലെ ഒരു ധൈര്യം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നിമിഷം നിരഞ്ജന് തിരിച്ചവളോട് എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ ധാരണയില്ലാതെയായി. ഒരാണായിരുന്നു മുന്നിൽ നിൽക്കുന്നെങ്കിൽ അവന്റെ വാരിയിലും നെഞ്ചും കൂടെല്ലാം വേറെ വേറെ തറയിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന നിലക്കാക്കിയാണ് നിരഞ്ജൻ. പക്ഷെ ഇവിടെ അതിനും പറ്റില്ല. അവൾ പറഞ്ഞ പോലെ പെണ്ണാണ് നിയമവും നീതിയും തീരുമാനിക്കുന്നത്. എങ്കിൽ ശരി സാറേ, നാളെ കാലത്ത് വന്നേക്കാവേ. കയ്യിലെന്ന ഗ്ലാസ് ഊക്കോട്ട് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി.
നിരഞ്ജന്റെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു അത്. ആ ഒരൊറ്റ നിമിഷത്തിൽ അത്രയേറെ തീവ്രതയോടെ നിരഞ്ജന്റെ ശത്രുക്കളുടെ പട്ടികയിൽ ഏറ്റവും മുകളിലായി പാർവണിയുടെ പേര് ഇടം പിടിച്ച് കഴിഞ്ഞിരുന്നു. കാർത്തുവിനെയും പക്രുവിനെയും കണ്ണിപ്പോൾ ഉരുണ്ട് താഴെ വീഴുന്ന പോലെ തുറിച്ചു വന്നു. ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജ് പോലും കണ്ടിട്ടില്ല. വെൽഡൻ മൈ ഗേൾ, വെൽഡൻ. കാർത്തവൾ അടിപൊളി നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാലും എൻ്റെ ഇച്ചേച്ചി, നിങ്ങളാ എസ് എ ചായയിൽ നീരാട്ടി എന്നൊക്കെ പറഞ്ഞ ഐ ക്യാൻ ബിലീവ് ദിസ്. അപ്പോഴത്തെ ഒരു ചോരത്തിളപ്പിന് പാറു നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തേ, ചോര തണുത്തു പോയോ? കാർത്തു കണ്ണുകുറിപ്പിച്ചു. എടാ പക്രു, ഇനി നമ്മളെന്താടാ ചെയ്യാ? പാറു ഒരു ആശ്രയം എന്നോണം പക്രുവിന് നേരെ തിരിഞ്ഞു. നമ്മളൊന്നും ചെയ്യണ്ട മല്ലയ്യ, എല്ലാം അങ്ങേര് ചെയ്തോളും. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. കാർത്തു ഇടയിൽ കയറി പറഞ്ഞു. പാറുവിന് പിന്നെയും വെപ്രാളമായി. ഈ ചേച്ചി ഇങ്ങനെ ടെൻഷൻ ആവാതെ, നാളത്തോടെ ഈ പ്രശ്നം അവസാനിച്ചോളൂ. അതെങ്ങനെ? പാറു അതിശയഭാഗത്തിൽ കാർത്തുവിനെ നോക്കി. അങ്ങേര് ഇന്നേനെ നമ്മളെ മൂന്നാളെ ഈ തിരിട്ടി ചായക്കടയോടെ തീടില്ലേ? അപ്പൊ പിന്നെ ഇന്നേനെ പ്രോബ്ലം എല്ലാം സോൾവ് ആയില്ലേ? വേണമെങ്കിൽ ഒരു കൂട്ടിട്ട് ഫയർ വർക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞ് ആ കാർന്നേരം കൂടെ വിളിക്കാം. ഇതേ പെണ്ണൊരു വീക്കങ്ങ് വെച്ചെന്നാണ്ടല്ലോ, മനുഷ്യനോട് തീയിൽ ചവിട്ടിക്കുമ്പോഴാ നിന്റെ കോമഡി. അലയോ ഭവതി, താങ്കൾക്ക് അറിയില്ലായിരുന്നോ? ആ ദേഹം മൊത്തം ഇഷ്ടികയും ഉരുട്ടി വെച്ച് നടക്കുന്ന ആ ഭീമന്റെ തലയിലൂടെ തിളച്ച ചായ കോരി ഒഴിച്ചാൽ അത് വലിയ പ്രശ്നമാവുമെന്ന്. ഐഷ്, ഈ ഒന്നും മിണ്ടാണ്ടിരിക്കടി ചേച്ചി. അലി തന്നെ ഈ ചേച്ചി പേടിച്ചിരിക്കുക. പക്രോട് തലക്കിട്ടൊന്ന് കൊടുത്തു. ഇന്നും കൂടിയല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. നാളെ വായ തുറക്കാൻ നമ്മളങ്ങനെ ബാക്കി വെച്ചിട്ട് വേണ്ടേ? കാർത്തു നെടുവീർപ്പോടെ പറഞ്ഞു. ഇച്ചേച്ചി പേടിക്കണ്ട, അങ്ങേരും ഒന്നും ചെയ്യത്തില്ല. ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ ഇച്ചേച്ചി അങ്ങോട്ട് ജോലിക്ക് പോകണ്ട. പക്രു പാറുവിനെ സമാധാനിപ്പിച്ചു. ഏയ് അത് പറ്റില്ല, പാറു പെട്ടെന്ന് പറഞ്ഞു. പറ്റില്ലാന്നോ? നാളെ എങ്ങനെ ആ വീടിന്റെ പരിസരത്ത് ഇച്ചേച്ചിയെ കിട്ടിയാലും മൂക്കിൽ 2 പഞ്ഞിയും വെച്ചെന്ന് 2 ചന്ദനത്തിനെയും കത്തിച്ച് വെച്ച് ആ ഭിത്തിയിൽ തൂക്കുവാങ്ങേര്. എന്നാലും സാരില്ല, ഞാൻ പോകും. ആ അമ്മ ഒരു പാവം, ഞാനും കൂടി ഇട്ടിട്ട് പോന്നാ അതിനാ കാലമാണ് കരിപ്പിട്ട് കൊല്ലും. നിരഞ്ജൻ ഇത്രയൊക്കെ ചീത്ത വിളിച്ചിട്ടും പ്രകോപിപ്പിച്ചിട്ടും പാറു ആ വീട് വിട്ടിറങ്ങാത്തതിന്റെ കാരണം ആ അമ്മ തന്നെയായിരുന്നു. ചെറുതല്ലാത്ത ഒരടുപ്പം അവരോട് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പാറുവിൽ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചേച്ചി അവിടെ ഇങ്ങനെ പോവാറുപ്പിച്ച സ്ഥിതിക്ക് ഇനി എങ്ങനെ മരിക്കണമെന്നൂടെ തീരുമാനിച്ച് അങ്ങേരോട് പറഞ്ഞാൽ മതി. മുക്കിക്കൊല്ലണോ, ഇടിച്ചു കൊല്ലണോ, കുത്തിക്കൊല്ലണോ എന്നൊക്കെയുള്ള ഓപ്ഷൻ അങ്ങേര് തരുമായിരിക്കും. കാർത്തു പറഞ്ഞു നിർത്തിയപ്പോഴേക്കും പുറത്തുനിന്ന് അതിലാരോ തട്ടി. യോ, നമ്മുടെ കാലം വന്നു. ഇരുന്നിരുന്ന ഡെസ്കിൽ നിന്ന് പക്രവും കാർത്തു ഒരുപോലെ പാറുവിന്റെ മേലേക്ക് ചാടി ഇറങ്ങി. പാറുവിന്റെ കണ്ണുകൾ ക്ലോക്കിൽ തുടക്കി. പുലർച്ചെ 2 മണിയാണ് നേരം. ആരാ? കാർത്തു വാതിലേക്ക് നോക്കി വിറച്ച് വിറച്ച് ചോദിച്ചു. കാതിരിക്കാം, കലിപ്പൻ പോലീസിന്റെയും കട്ടക്കലിപ്പത്തിയുടെയും കൊണ്ടും കൊടുത്തുമുള്ള അങ്ങേയറ്റം രസകരമായ ബാക്കി പാർട്ടുകൾക്കായി കാത്തിരിക്കാം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.